In this Ramadan, you can also start an organic henna business. ബിസിനസ് തുടങ്ങണം എന്നാൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എങ്ങനെ മേക്ക് ചെയ്യും എന്നൊന്നും അറിയാതിരിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ദിസ് വീഡിയോ ഫോർ യു. അസ്സലാമു അലൈക്കും, ദിസ് ഇസ് മൂസിന ആൻഡ് വെൽക്കം ടു മൂസി സ്റ്റോറീസ്, ഓൾസോ മൂസി സെന. ഇന്ന് നമുക്കൊരു റീസെല്ലറിനുള്ള ഓർഡർ മേക്ക് ചെയ്യാനുണ്ടായിരുന്നു. ദെൻ ഐ തോട്ട് അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന്. പുതുതായി ബിസിനസ് തുടങ്ങുന്നവർക്കുള്ള ടിപ്സ് ആൻഡ് ട്രിക്സും അതേപോലെ ഓർഗാനിക് ഹെന്ന മേക്ക് ചെയ്യുന്നതിന്റെ കംപ്ലീറ്റ് പ്രോസസ്സും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാന്ന് കാണുക. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എല്ലാം ഉള്ള ഡൗട്ടാണ് ഹൗ ടു മേക്ക് ഹെന്ന കോൺസ് ആൻഡ് ഹിയർസ് ദ ആൻസർ. ഞാനിവിടെ 200 ഗ്രാം ഹെന്ന പൗഡറാണ് മേക്ക് ചെയ്യുന്നത്. 100 ഗ്രാമിന്റെ മെഷർമെന്റ് ഞാൻ പറഞ്ഞുതരാം ആൻഡ് ഓൾസോ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെള്ളം ബൗളിൽ ഒഴിച്ചതിന് ശേഷമാണ് ഹെന്ന പൗഡർ ആഡ് ചെയ്യുന്നത്. 100 ഗ്രാം ഹെന്ന പൗഡറിന് 30 to 40 ഗ്രാം ഷുഗർ ആഡ് ചെയ്യാം. ഇതൊരു ഫിക്സ്ഡ് മെഷർമെന്റ് ആണ്. ഞാനിവിടെ 200 ഗ്രാം ഹെന്ന പൗഡറിന് 80 ഗ്രാം ഷുഗർ ആണ് ആഡ് ചെയ്യുന്നത്. 40 ഗ്രാം ഷുഗർ എന്ന കണക്കിൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് ഹെന്ന പെട്ടെന്ന് പൊളിഞ്ഞു പോരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ വാട്ടർ ആഡ് ചെയ്യുക. ഡൈ റിലീസിന് മുമ്പ് ഒരുപാട് വാട്ടർ ആഡ് ചെയ്യരുത്. ചേർക്കുന്ന വെള്ളത്തിന് ഒരു ഫിക്സ്ഡ് മെഷർമെന്റ് ഇല്ല. ഇത് ഓരോ പൗഡറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോ പൗഡറിനും വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ കുറേശ്ശെ മാത്രം വെള്ളം ആഡ് ചെയ്യാണ് ബെറ്റർ. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് 1 മിനിറ്റ് ബീറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 60 ml എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുന്നു. 100 ഗ്രാം ഹെന്ന പൗഡറിന് 30 ml എസൻഷ്യൽ ഓയിലാണ് വേണ്ടത്. അതൊരു ഫിക്സ്ഡ് മെഷർമെന്റ് ആണ്. ഞാനിപ്പോൾ ഇവിടെ 30 ml ആഡ് ചെയ്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ബാക്കി 30 ml മിക്സിങ്ങിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ഓർഗാനിക് ഹെന്ന ബിസിനസ് തുടങ്ങാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ് 1 or 2 months ബിഫോർ റമദാൻ. ബിക്കോസ് പെരുന്നാളിന് മൈലാഞ്ചി ഇടാത്തവരുണ്ടോ അല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് 1 or 2 months ബിഫോർ എന്ന് പറഞ്ഞത് എന്നല്ലേ? നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൽ അത് എല്ലാവരിലേക്കും എത്താൻ ടൈം വേണം. ആ ഒരു ടൈമാണ് 1 or 2 months ബിഫോർ. ബിസിനസ് തുടങ്ങുന്നതിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഒരു കാര്യത്തിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. ക്വാളിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ്. Only by using premium quality henna powder and oil can henna cones achieve a good stain and consistency. പ്രീമിയം ക്വാളിറ്റിയിലുള്ള പൗഡേഴ്സും ഓയിൽസും എവിടെ നിന്ന് കിട്ടും എന്ന് ആലോചിച്ച് ഇനി ടെൻഷൻ അടിക്കേണ്ട. അതൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ബാക്കി 30 ml ഓയിൽ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഓയിൽ ഒഴിച്ച് ലൈൻസ് ഇട്ടതിന് ശേഷം ഡൈ റിലീസിന് വെക്കുന്നുണ്ട്. യൂക്കാലിപ്റ്റസ്, ടീ ട്രീ, ലാവൻഡർ അങ്ങനെ ടൈപ്സ് ഓഫ് ഓയിൽസ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ടീ ട്രീ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മിനിമം 6 to 7 hours എങ്കിലും ഡൈ റിലീസിന് വെക്കണം. ക്ലൈമറ്റ് നല്ല ചൂടുള്ളതാണെങ്കിൽ ഈ ടൈമിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഡൈ റിലീസ് നടന്നിരിക്കും. നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ 8 to 9 hours എങ്കിലും ഡൈ റിലീസിന് വെക്കേണ്ടി വരും. ഡൈ റിലീസ് നടന്നോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ മുകളിൽ ഒഴിച്ച ഓയിലിന്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ടോന്നും പേസ്റ്റിന്റെ മുകളിലത്തെ ലെയർ കളർ ചേഞ്ച് ആയിട്ടുണ്ടോന്നും, അതായത് പേസ്റ്റിന്റെ മുകളിലത്തെ ലെയർ ഡാർക്കും അടിയിലെ ഗ്രീനും ആയിട്ടുണ്ടോന്ന് നോക്കിയാൽ മതി. ഞാനിവിടെ 7 hours ഡൈ റിലീസിന് വെച്ച് നൈറ്റ് ആണ് എടുത്തത്. മാഷാല്ലാ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആദ്യം ഒരു സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നല്ല കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യുന്നതുകൊണ്ട് ലംസ് ഒക്കെ ഉടഞ്ഞു കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നു. ഈ ടൈമിൽ വെള്ളത്തിന്റെ അളവ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് വെള്ളത്തിന്റെ അളവ് കൂടരുത്. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് വേണ്ട കൺസിസ്റ്റൻസിക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ബിഗിനേഴ്സിന് വേണ്ടി മെഹന്തി മേക്ക് ചെയ്ത് പഠിക്കാനായിട്ടുള്ള ബിഗിനേഴ്സ് കിറ്റ് ജസ്റ്റ് 230 rupeesന് നമ്മുടെ പേജിൽ അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ ഹെന്ന കോൺസ്, നെയിൽ കോൺസ്, സ്റ്റെൻസിൽസ്, ആഫ്റ്റർ കെയർ പ്രൊഡക്ട്സ് എല്ലാം റീസെല്ലിങ്ങിനും അവൈലബിൾ ആണ്. സോ വേണ്ടവർ സ്ക്രീനിലുള്ള നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ DM ചെയ്താൽ മതി. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഹെന്ന സ്ട്രെയിൻ ചെയ്ത് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാന്നുള്ളത്. അതിനായി പൈപ്പിംഗ് ബാഗ് ഇറക്കി വെക്കാൻ ഇതുപോലെ നീളമുള്ള ഒരു ബോട്ടിൽ എടുക്കുക. പൈപ്പിംഗ് ബാഗ് അതിൽ വെക്കുക. പൈപ്പിംഗ് ബാഗിന്റെ ഭാഗം പുറത്തുണ്ടായിരിക്കണം. ഹെന്ന പേസ്റ്റിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഡേർട്സ് ഉണ്ടെങ്കിൽ അത് പോകാനാണെങ്കിൽ സ്റ്റോക്കിങ്സ് യൂസ് ചെയ്യുന്നത്. ഹെന്ന മേക്കിങ്ങിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാർട്ട് ഉണ്ടെങ്കിൽ അത് ഇതാണ്. ബട്ട് അത് ചെയ്തു തുടങ്ങിയാൽ സ്ലോലി ശരിയായിക്കോളും. സ്റ്റോക്കിങ്സിൽ പേസ്റ്റ് നിറച്ച് പൈപ്പിംഗ് ബാഗും സ്റ്റോക്കിങ്സും ഒരുമിച്ചെടുത്ത് ട്വിസ്റ്റ് ചെയ്ത് നല്ല ടൈറ്റായി പിടിച്ച് സ്റ്റോക്കിങ്സ് മാത്രം പുറത്തോട്ട് വലിച്ചാൽ ഹെന്ന സ്ട്രെയിൻ ചെയ്ത് കിട്ടും. പൈപ്പിംഗ് ക്ലിപ്പ് വെച്ച് ബാഗ് ക്ലോസ് ചെയ്യുക. റബ്ബർ ബാൻഡ്സ് യൂസ് ചെയ്താലും മതി. നെക്സ്റ്റ് സ്റ്റെപ്പ് സെല്ലോഫെയിൻ ഷീറ്റ്സ് കട്ട് ചെയ്ത് റോൾ ചെയ്യുക എന്നുള്ളതാണ്. സെല്ലോഫെയിൻ ഷീറ്റ്സ് കട്ട് ചെയ്യുന്നതിന്റെ വീഡിയോ, അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ടിപ്പ് സൈസ് ശരിയാവാൻ വേണ്ടിയിട്ട് ഒരു പിന്ന് യൂസ് ചെയ്തിട്ടാണ് കോർണർ റോൾ ചെയ്തെടുക്കുന്നത്.
ഹെന്ന ഡൈ റിലീസിന് വെക്കുന്ന ഗ്യാപ്പിൽ കോൺ റോൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടൈം ലാഭിക്കാം. സെല്ലോഫോൺ ഷീറ്റ്സിനെ കുറിച്ചും കോൺ റോൾ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇൻഷാല്ല ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഫ്രോസൺ സെല്ലോ ഷീറ്റ്സ് ആണ്. ഹെന്ന മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നവർ ഒരു ടാപ്പ് ഡിസ്പെൻസറും ഒരു വെയിറ്റിംഗ് മെഷീനും മേടിച്ച് വെക്കുകയാണ് നല്ലത്. ടാപ്പ് ഡിസ്പെൻസർ ഇല്ലെങ്കിൽ ഒന്നും കൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. കട്ട് ചെയ്ത സെല്ലോഫൈൻ ഷീറ്റ്സിൻ്റെ 3/4 ലെഫ്റ്റ് ഹാൻഡിൻ്റെ തമ്പ് വെച്ചിട്ട് റൈറ്റ് ഹാൻഡ് കൊണ്ട് ട്വിസ്റ്റ് ചെയ്ത് പിൻ ഇൻസേർട്ട് ചെയ്ത് പിൻ ഊരിയെടുക്കാവുന്ന ടൈറ്റിൽ ടിപ്പ് സൈസ് കറക്റ്റ് ആക്കുക. ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ടേപ്പ് ഒട്ടിച്ച് സെക്യൂർ ആക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ള കോൺസും ചെയ്തെടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് കോൺ ഫില്ലിംഗ് ആണ്. കോൺ ഫില്ല് ചെയ്യുമ്പോൾ പൈപ്പിംഗ് ബാഗ് കോണിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഇറക്കി വെച്ചതിന് ശേഷം ഫില്ല് ചെയ്യുക. അത് എയർ ബബിൾസ് ഇല്ലാതാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ടാപ്പ് ഒട്ടിക്കുന്ന ഭാഗം അത്രയും ഭാഗത്ത് പേസ്റ്റ് ആവാത്ത രൂപത്തിലും ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കണം. നമ്മുടെ കോൺസിൻ്റെ വെയിറ്റ് വരുന്നത് 25 to 27 grams ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് സീലിംഗ് ആണ്. ഹെന്ന കോൺസ് സീൽ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കോൺസ് സീൽ ചെയ്യുമ്പോൾ നല്ല ടൈറ്റായി തന്നെ സീൽ ചെയ്യാൻ ശ്രദ്ധിക്കണം. ആൻഡ് ഓൾസോ കോൺസിൻ്റെ ടിപ്പ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ ഡോണ്ട് ഫോർഗെറ്റ് ടു ചെക്ക് ദ കൺസിസ്റ്റൻസി ഓഫ് ദി കോൺസ്. ഞാനിപ്പോൾ ഇവിടെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്ത് വാഷ് ചെയ്ത് നമ്മുടെ കോൺസിൻ്റെ 5 minutes സ്റ്റെയിൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മുടെ കോൺസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് ഓൾ കേരള ഷിപ്പിങ്ങും അവൈലബിൾ ആണ്. സ്റ്റെയിൻ ടെസ്റ്റ് ചെയ്തത് വാഷ് ചെയ്തിട്ട് മാഷാ അല്ലാ നല്ല സ്റ്റെയിൻ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി കോൺസ് ലേബൽ ചെയ്യാൻ എൻ്റെ ബ്രാൻഡിൻ്റെ സ്റ്റിക്കർ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സോ ബിസിനസ് പോകുന്നവരുടെ കൺഫ്യൂഷൻസ് ഒക്കെ മാറിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള ഡൗട്ട്സൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ എനിക്കും ഷെയർ ചെയ്യുക. ലെറ്റ്സ് ഗ്രോ ടുഗദർ ആൻഡ് സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.